ലെബനൻ സായുധ സേന ഹിസ്ബുള്ളയും യമൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഹൂതികളുമാണ് ഇസ്രായേലിനെ ഇപ്പോൾ വിറപ്പിക്കുന്നത്. ശക്തമായ ആക്രമണമാണ് ഇരു ഗ്രൂപ്പുകളും ഇസ്രായേലിന് നേരെ നടത്തുന്നത്. ഇസ്രായേലിൻ്റെ ലോകപ്രസിദ്ധമായ പ്രതിരോധ സംവിധാനങ്ങളെയെല്ലാം നോക്കുകുത്തിയാക്കിയാണ് അവർ ആക്രമണം അഴിച്ചുവിടുന്നത്. അടുത്തിടെ നിരവധി ആക്രമണങ്ങളാണ് ഇസ്രായേലിനകത്ത് ഹിസ്ബുള്ള നടത്തിയത്. ഹിസ്ബുള്ളയുടെ ആക്രമണം രൂക്ഷമായതോടെ വടക്കൻ ഇസ്രായേൽ മേഖല കനത്ത ജാഗ്രതയിലാണ്. ദിവസങ്ങൾക്ക് മുമ്പ് സ്കൂളുകൾക്ക് അവധി പോലും നൽകിയിരുന്നു. ആക്രമണ ഭീതിയിലാണ് മേഖലയിലെ ജനങ്ങൾ കഴിയുന്നതെന്നാണ് മാധ്യമ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഒരു അന്താരാഷ്ട്ര നിയമവും ഉപരോധവും ഒന്നും ബാധിക്കാത്ത, മുൻപിൻ നോക്കാതെ ആക്രമിക്കുന്ന ഹിസ്ബുള്ളയും ഹൂതികളും ഹമാസുമൊക്കെ ഇസ്രായേലിന് വലിയ തലവേദനയാണ് നൽകുന്നത്. ഒരു രാജ്യമെന്ന നിലയിൽ ഇറാന് പരിമിതികളേറെയാണ്. പക്ഷേ ഈ ഗ്രൂപ്പുകൾക്ക് ആ പരിമിതികളൊന്നുമില്ല. ഏറ്റവും ഒടുവിൽ ഇസ്രായേലിന് ശക്തമായ താക്കീത് നൽകിയിരിക്കുകയാണ് ഹിസ്ബുള്ള. ഹിസ്ബുള്ളയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഷെയ്ഖ് നയീം ഹസമാണ് മുന്നറിയിപ്പുമായി എത്തിയിരിക്കുന്നത്. ഹിസ്ബുള്ളക്കെതിരെ ആക്രമണവുമായി ഇസ്രായേൽ വരരുത് എന്നാണ് ഹിസ്ബുള്ള ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലിൻ്റെ താക്കീത്. അങ്ങനെ ചെയ്താൽ ഇസ്രായേലിന് വലിയ നഷ്ടമുണ്ടാകുമെന്നാണ് ഹസബിൻ്റെ മുന്നറിയിപ്പ്. ഹിസ്ബുള്ളയിൽ നിന്ന് വലിയ തോതിലുള്ള ഏറ്റുമുട്ടൽ ഇസ്രായേൽ നേരിടുന്നുണ്ട് എന്നാണ് നെതന്യാഹു കഴിഞ്ഞ ദിവസം പറഞ്ഞത്. സുരക്ഷാ മേധാവികളുമായി നടത്തിയ തന്ത്രപ്രധാനമായ ചർച്ചയ്ക്കിടെയാണ് നെതന്യാഹു ഈ അഭിപ്രായ പ്രകടനം നടത്തിയത്. പിന്നാലെയാണ് മുന്നറിയിപ്പുമായി ഹിസ്ബുള്ള എത്തിയത്. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ പോലും ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന ആവശ്യമായി രംഗത്ത് വരുന്നുണ്ട്. എന്നാൽ എതിർപ്പുകളെല്ലാം അവഗണിച്ച് ആക്രമണവുമായി ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ്. യുദ്ധം അനിശ്ചിതമായി നീണ്ടുപോകുന്നതിൽ ഇസ്രായേലിനുള്ളിൽ തന്നെ എതിർപ്പുണ്ട്. അതിനിടയിലാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് വരുന്നത്. അറബ് രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും സ്പെയിനിൽ വെച്ച് നിർണായകമായൊരു കൂടിക്കാഴ്ച നടത്തി. യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രായേലിനൊപ്പമാണ് നിൽക്കുന്നത്. അറബ് രാജ്യങ്ങൾ പിന്തുണയ്ക്കുന്നത് പലസ്തീനെയും. യൂറോപ്പിലെയും അറബ് രാജ്യങ്ങളിലെയും ഭരണാധികാരികൾ ഒരുമിച്ചുള്ള സമ്മേളനത്തിലാണ് നിർണായകമായൊരു നിലപാട് ഉയർന്നു വന്നത്. ഈ രാഷ്ട്രങ്ങൾ അതിനിർണായകമായൊരു പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ തിയറി നടപ്പാക്കണമെന്നാണ് ഈ രാഷ്ട്രങ്ങൾ ആവശ്യപ്പെടുന്നത്. അതായത് ഇസ്രായേലും പലസ്തീനും 2 രാഷ്ട്രങ്ങളായി നിൽക്കണം. ഇസ്രായേൽ ഒരു രാജ്യവും പലസ്തീൻ മറ്റൊരു രാജ്യവുമായി നിൽക്കണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉള്ളതാണ്. എന്നാൽ പല കാരണങ്ങളാൽ ഇത് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇസ്രായേൽ പലസ്തീനെ രാഷ്ട്രമായി പ്രഖ്യാപിക്കുന്നതിന് എതിര് നിൽക്കുകയാണ്. പലസ്തീനെ രാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്ന ചിന്തയും ആവശ്യവും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ശക്തമായി നിലനിൽക്കുമ്പോഴാണ് തികച്ചും പിടിവാശിയെന്ന് തോന്നിക്കുന്ന നിലപാടിൽ ഇസ്രായേൽ ഉറച്ചു നിൽക്കുന്നത്. യൂറോപ്യൻ അറബ് രാഷ്ട്രങ്ങളുടെ ഈ സംയുക്ത പ്രഖ്യാപനം ഇരുവിഭാഗവും എങ്ങനെ സ്വീകരിക്കുമെന്നറിയാൻ കാത്തിരിക്കേണ്ടി വരും. എന്തായാലും ഇസ്രായേലിനെ പ്രതിരോധത്തിലാക്കുന്ന പ്രഖ്യാപനമാണ് ഈ രാഷ്ട്രങ്ങൾ നടത്തിയിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ശക്തമായ തിരിച്ചടി നൽകും എന്ന പ്രഖ്യാപനവുമായി ഹിസ്ബുള്ളയും രംഗത്ത് വന്നിരിക്കുന്നത്.